ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സർവം മായ. ഞാനിത് രാവിലെ കണ്ടു. സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. സെയിം കാര്യമാണ് എനിക്കും പറയാനുള്ളത്. നല്ല സിനിമ. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അഖിൽ സത്യൻ. പുള്ളി ആരാന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ആൻഡ് സിനിമ കാണുമ്പോൾ എനിക്കൊരു ജ്ഞാൻ പ്രകാശൻ ടച്ച് കിട്ടി. ആൻഡ് സത്യൻ അന്തിക്കാടിൻ്റെ മകനാണ്. പുള്ളിയുടെ എല്ലാ ടച്ചും ഈ പടത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. സിനിമ കഴിയുമ്പോൾ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമാറ്റോഗ്രാഫി, എവറിത്തിങ് വാസ് നൈസ്. പാട്ടുകളും ഇതിലെ മ്യൂസിക്കൊക്കെ എലിവേഷനൊക്കെ അടിപൊളിയാണ്. ആൻഡ് ദ കാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അജു വർഗീസ് ആൻഡ് നിവിൻ പോളി കോംബോനെ കുറിച്ച് സംസാരിക്കാം. ദേ ആർ ബാക്ക് ആൻഡ് നിവിൻ പോളി ഈസ് ബാക്ക്. ഐ എം വെരി ഹാപ്പി നിവിൻ പോളി ഈസ് ബാക്ക്. ആൻഡ് നമുക്ക് ബാക്കി കാസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. ജനാർദ്ദനേട്ടൻ ഹൃദയപൂർവ്വത്തിൽ ചെറിയൊരു റോള്, അതും നല്ല രസമായിട്ട് കാണിച്ചു പോയി. ഈ സിനിമയിൽ മൊഴിനീളമുണ്ട്. മൊഴിനീളമില്ലെങ്കിൽ അത്യാവശ്യം നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. ഹി സ്കോർസ് എവ്രി ടൈം ഹി ഷോസ് ഇൻ സ്ക്രീൻ. അടിപൊളി. ജനാർദ്ദനേട്ടൻ ഇതിൽ നന്നായിട്ടുണ്ട്. ആൻഡ് റിയ ഷിബു, പുള്ളിക്കാരിയുടെ ഫസ്റ്റ് പടമായിരിക്കും. ആൻഡ് പുള്ളിക്കാരി ഒരു പ്രൊഡ്യൂസറാണ്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്. ഈ പടത്തിൽ പുള്ളിക്കാരി വന്നപ്പോൾ ഞാൻ ഈ പെട്ടിയോ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് മനസ്സിലായി ഇൻസ്റ്റാഗ്രാമിലുള്ളൊരു മോഡലാണ്. അടിപൊളി. ഐ മീൻ സിനിമയിൽ നിവിൻ പോളിൻ്റെയും പുള്ളിക്കാരിൻ്റെയും കോമ്പിനേഷൻ, ഐ ലവ് ഇറ്റ് യു ഗൈസ് വിൽ ലവ് ഇറ്റ്. നല്ല രസം. എന്ത് രസം, നല്ല കോമ്പിനേഷൻ അറിയോ. ആൻഡ് സ്പോയിലറാണ്, അന്ന് ഞാൻ പറയുന്നില്ല. നമുക്കിനി അടുത്ത കാസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. പ്രിറ്റി മുകുന്ദൻ സിനിമേൻ്റെ അവസാനം ആകുമ്പോഴത്തേക്ക് വരും. ആൻഡ് പുള്ളിക്കാരി വരുന്നു. പുള്ളിക്കാരി റോൾ നല്ല വൃത്തിക്ക് ചെയ്യുന്നു. ഐ റിയലി ലവ് ഇറ്റ്. ഇതിലെല്ലാവരും നല്ലതാണ്. നല്ലൊരു ഫീൽ ഗുഡ് ഹൊറർ മൂവി. ഐ മീൻ ഹൊറർ എന്ന് ഞാൻ പറയില്ല, ഫാൻറ്റസി ഫീൽ ഗുഡ് മൂവി, അത്രേ ഉള്ളൂ. നല്ല പടം. ക്രിസ്മസിന് നിങ്ങൾ ഫാമിലിയും കുട്ടികളും ഫ്രണ്ട്സിനെയും കൂട്ടി കാണാൻ പറ്റുന്നൊരു നല്ല സിനിമ. ഐ മീൻ കൂടുതൽ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കരുത്. ഈ ടീം നമുക്ക് ട്രെയിലറൊന്നും തന്നിട്ടില്ല. ട്രെയിലറൊന്നും കാണാണ്ട് നമ്മളൊന്നും അറിയാണ്ട് സിനിമ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു നല്ലൊരു ഫീൽ കിട്ടും. എനിക്ക് രാവിലെ ഞാൻ പോയി പടം കാണുമ്പോൾ ഐ വാസ് ലൈക്ക് സിറ്റിംഗ് ലൈക്ക് ദിസ്. ഇങ്ങനെ കണ്ട് ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് ആ ഒരു കഥയും സ്റ്റോറി ഇമോഷണൽ ടച്ചൊക്കെ ആയിട്ട് നല്ലൊരു എൻഡിങ്ങിൽ പടം കഴിയും. കുറേ ക്വസ്റ്റ്യൻസ് ബാക്കി വെച്ചിട്ട് പടം കഴിയും. അതൊക്കെ പ്രേക്ഷകർക്ക് വിട്ടുതരാണ്, നമുക്ക് ആലോചിക്കാം. നല്ലൊരു സത്യനന്ദിക്കാട് ടച്ച് ഉണ്ട് മകന്, അച്ഛൻ്റെ മകൻ തന്നെ. ആൻഡ് നിങ്ങൾ പടം കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണുക. കുറേ ചിരിക്കാനുണ്ട്. നല്ല നല്ല സീനുകളാണ് പടത്തിൽ. ഞാൻ കൂടുതൽ പൊലിപ്പിക്കുന്നില്ല. നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. എൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.